ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ അപ്പുറത്തുള്ള ടെറസിലാണ്. ഇന്നിപ്പോൾ ഒരു കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ കോരി കൊടുത്തതിൻ്റെതാണ് കാണുന്നത്. ഇത് ഫുള്ള് ഞാൻ കൃഷി ചെയ്തതാണ്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കൃത്യമായ കണക്കിൽ എങ്ങനെയൊക്കെ മണ്ണിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2.8 മീറ്റർ നീളം, 1.8 മീറ്റർ വീതി എന്ന കണക്കിൽ ഈ സ്ഥലത്ത് നമ്മൾ പഴയ മില്ലിൽ നിന്ന് ഒഴിവാക്കുന്ന നമ്മുടെ മരത്തടിയുടെ പീസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ എത്ര സിമ്പിളായിട്ട് അസോള കൃഷി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ കാണുന്ന 2 ആണി ഉണ്ട്. ഈ ആണി രണ്ടും നമ്മൾ ബന്ധിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ്. കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. കെട്ടുകമ്പി യൂസ് ചെയ്ത് കെട്ടി ലെവലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കെട്ടുകമ്പി യൂസ് ചെയ്ത് 2.8 മീറ്റർ നീളത്തിൽ ഒരു പലക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കും ഈസിയായി നിർമ്മിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. പലക യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് പീസായ പലകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പട്ടിക വെച്ച് 20 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു പോണ്ടിൻ്റെ രൂപം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഷീറ്റ് വിരിക്കുന്നതാണ് അടുത്തത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു പോണ്ട് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഇനി ഷീറ്റ് വിരിക്കുന്ന രംഗം കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ പോണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 25 കിലോ മണ്ണ് നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഇവിടെ പോണ്ടിൽ നമ്മൾ മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്. 25 കിലോ മണ്ണാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചാണകം, പച്ചച്ചാണകം 1 കിലോയോളം നമ്മൾ കലക്കി ഒഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രംഗങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. നമ്മളിവിടെ കൃഷി ചെയ്യുന്നതൊക്കെ ഇതുപോലെ ഈ രീതിയിൽ തന്നെയാണ്. നമ്മുടെ പച്ചച്ചാണകം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഇത് നല്ല മിക്സ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ചാണകം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇതിലേക്ക് വെള്ളം നിറക്കാൻ പോവുകയാണ്.
അപ്പം നമ്മൾ ഇനി വിത്തിടാൻ പോവുകയാണ്. എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന വിധത്തിൽ വിത്തിടുക. ഇത് ഏകദേശം 1/2 കിലോളം വിത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ. എല്ലാ ഭാഗത്തും നന്നായി കുടഞ്ഞിട്ട് കൊടുക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തും നമ്മുടെ പച്ചച്ചാണകവും മണ്ണൊക്കെ ഒന്ന് കലങ്ങി ഇതിൻ്റെ വേരിലേക്ക് ഇതിലെ ജലലവണങ്ങളെല്ലാം എത്താൻ വേണ്ടിയാണ്. നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ വിത്തിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോളം സീഡ് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഏകദേശം 5-6 ദിവസം കൊണ്ട് തന്നെ ഇത് ഫുൾ കവറായി നമുക്ക് ഇത് കിട്ടുന്നതാണ്. പിന്നീട് ദിവസവും നമുക്ക് 1 കിലോ 1/2 കിലോ എന്ന തോതിൽ നമുക്ക് വിളവെടുക്കാം. എടുക്കുന്നതിനനുസരിച്ച് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.